അതിനെ വളരെ ലെന്തി ആയിട്ട് ചെയ്തു പോകാറുമുണ്ട്. ഓക്കെ, ഈ ഒരു ഫോമിൽ പോലും അല്ലാതെ 2 റേഷ്യോ ബാലൻസ് ചെയ്ത് പിന്നെ അടുത്ത റേഷ്യോയുടെ കൂടെ അത് ബാലൻസ് ചെയ്തൊക്കെയും ചെയ്തു പോകാറുണ്ട്. പക്ഷെ സാധാരണ ഒരു ഷോർട്ട് കട്ട് എന്നറിയപ്പെടുന്ന ഹായ് വെൽക്കം ടു എൻട്രിയ. നമ്മൾ ഈ സെഷനിൽ വേദിക് മാത്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ എക്സാംസിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് വളരെയധികം ചോദിക്കുന്ന ബാങ്ക്, SSC, റെയിൽവേ എക്സാംസിലൊക്കെ തന്നെ വളരെയധികം ചോദിക്കുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫോമുകളും അതിന്റെ അപ്രോച്ച് എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതും ഒരു വേദിക് മാത്സിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കാൽക്കുലേഷൻസിനെ എങ്ങനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ മുമ്പിലോട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കാണും. ഓക്കെ, അത് ഷുവർ ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസസ് വന്ന, അങ്ങനത്തെ ഫോംസ് വന്ന, അങ്ങനെയുള്ള കാൽക്കുലേഷൻ ഭാഗമായിട്ട് ഈ ഒരു ഫോം ഒക്കെ വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയുള്ള ഒരുപാട് ഫോംസ് ഇപ്പം ചോദിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുകയും വേണം. അതും നമുക്ക് ഇപ്പം റീസെന്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ നമുക്ക് കുറച്ചൊക്കെ ആ ഒരു ഷോർട്ട് കട്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സം ഇമ്പോർട്ടന്റ് അപ്രോച്ചുകളിൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സോ ഈ ഒരു ട്രിക്സിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ അപ്രോച്ചുകളിൽ നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഒന്ന്, നമുക്കറിയാം പലപ്പോഴും നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് സംഭവമാണ് റൂട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് എടുക്കുന്ന പ്രോസസ്സ് വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ചെയ്ത് വരുമ്പോൾ ഇപ്പൊ നമുക്ക് കുറേ നമ്പേഴ്സ് ആയിരിക്കും റൂട്ടിന്റെ അടി കിട്ടുന്നത്. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ 7 into 6 into 7 into 4 into 6 ഇങ്ങനെയൊക്കെ ഒരു രീതിയിലായിരിക്കും നമുക്ക് പലപ്പോഴും ചെയ്തു വരുമ്പോൾ അവസാനം റൂട്ടിൽ കിട്ടുന്നത്. ഓക്കെ, കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്കറിയാം. ഈ റൂട്ടിന്റെ അടി കിട്ടുന്ന എല്ലാ നമ്പേഴ്സോടെയും മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് പിന്നെ ആ വരുന്ന നമ്പറിന്റെ എന്ത് ചെയ്യും, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കും. റൂട്ടിന്റെ എന്താ പറയാ, ആ ഒരു സ്ക്വയർ റൂട്ടിന്റെ ഷോർട്ട് കട്ട് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആക്ച്വലി അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അങ്ങനെയല്ല. നമ്മൾ അതിനെ എടുക്കേണ്ട ഒരു രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു റൂട്ടിന്റെ അടിയിൽ ഇങ്ങനെ കുറേ നമ്പേഴ്സ് വന്നാൽ അതിനെ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കാനേ പാടില്ല. അതിനെ എടുക്കേണ്ട രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ, അവിടെ ഒരു എക്സാമ്പിൾ പോലെ പറയുവാണെങ്കിൽ ഒരു കപ്പിൾസിനെ നോക്കിയിട്ട് അതിനെ പുറത്തെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കപ്പിൾസിനെ ഒരുമിച്ച് എന്താ പറയാ, 2 പേര് കപ്പിൾ പോലെ വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അവരെ ഒരുമിച്ച് എടുക്കുക ആൻഡ് അതിലെ ഒരാളെ ഇനി പുറത്തേക്ക് എടുക്കുക എന്ന രീതിയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ എനിക്ക് ഇതിന്റെ റൂട്ട് എടുക്കണം, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് എടുക്കാം. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഒരേപോലെ കപ്പിൾ പോലെ വന്നേക്കുന്ന നമ്പേഴ്സിനെ എടുക്കുക. അപ്പൊ 7 7 അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 2 7നെ ഒരു 7 ആയിട്ട് കൺസിഡർ ചെയ്ത് ഇനി പുറത്തെടുക്കുക. അതുപോലെ അടുത്ത കപ്പിൾ നോക്കുകയാണെങ്കിൽ 6 6 അവർ രണ്ടുപേരുണ്ടായിട്ട് അവരെ ഒരെണ്ണമായിട്ട് കൺസിഡർ ചെയ്ത് നീ പുറത്തെടുക്കുക. ഇനി നമുക്ക് അവിടെ 4 ഉണ്ട്. 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2യുടെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു 2 into 2 4. അങ്ങനെയാണെങ്കിൽ ആ 2നെ ഇനി പുറത്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി ആൻസർ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 2 into 6 12, 12 into 7 നമുക്ക് ഈ പറഞ്ഞ 84 നമുക്ക് ആൻസർ വരും. പക്ഷേ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 84യുടെ സ്ക്വയർ വന്നേനെ. അതൊരു വലിയ നമ്പർ ആയിരിക്കും. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ സമയം എടുക്കും. ആ 84യുടെ സ്ക്വയർ കിട്ടും. അതിനുശേഷം പിന്നെ 84ന്റെ ആ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ 84 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു അപ്രോച്ച് അല്ല യൂസ് ചെയ്യേണ്ടത്. നമുക്കിത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ ഇപ്പൊ ബാങ്കിന്റെ സിംപ്ലിഫിക്കേഷനിലായാലും ശരി, നമ്മുടെ ഈവൻ ബാങ്ക്, SSC, റെയിൽവേ എക്സാംസിൽ ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴായാലും ശരി, ചെയ്തു വരുമ്പോൾ അവസാനം നമുക്ക് ഇതേപോലത്തെ റൂട്ട്സ് കിട്ടാറുണ്ട്. അപ്പോൾ ആ റൂട്ട്സ് കിട്ടുന്ന സമയത്ത് ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ആ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കി പിന്നെ അതിനെ സ്ക്വയർ റൂട്ട് ആയാലും ശരി, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട്, ഇൻ കേസ് ക്യൂബ് റൂട്ടിൽ ഇത് വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനെ പിന്നെ ചെറുതാക്കി ആ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഒരുപാട് എക്സ്ട്രാ റഫർക്ക് വരും, ഒരുപാട് സൈഡിൽ പോയി ചെയ്യേണ്ടി വരും. എക്സ്ട്രാ ഷോർട്ട് കട്ട്സ്, ഈവൻ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും എക്സ്ട്രാ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യേണ്ടി വരും, എന്നിട്ട് പിന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു ആംഗിളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തപോലെ കപ്പിൾസ് ആക്കി അതിനെ എടുത്തിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കില്ല, അതിനെ ചെറുതാക്കിക്കൊണ്ട് പുറത്തേക്ക് എടുത്ത് അങ്ങ് സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമുക്കൊരു ഇപ്പൊ റീസെന്റ് നമ്മുടെ എക്സാംസിൽ നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ കുറച്ച് നാൾ മുമ്പ് നടന്ന ഒരു SBIയുടെ POയുടെ എക്സാമിൽ, ഓക്കെ, ഇതൊരു ബാങ്കിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പൊ SBIയുടെ POയുടെ ക്വസ്റ്റനിൽ ചോദിച്ചൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻ വെച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ചോദിച്ച ക്വസ്റ്റൻ അപ്രോക്സിമേഷന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. ഞാൻ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്ത് എടുക്കുവാണ്. തൽക്കാലം നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം. ക്വസ്റ്റൻ ഇങ്ങനെ ആയിരുന്നു, y ഡിവൈഡഡ് ബൈ 22. അപ്പൊ 22 നല്ലായിരുന്നു തന്നിരുന്നത്, അതിനെ 21 പോയിന്റ് സംതിങ് എന്നൊക്കെ ആയിരുന്നു തന്നിരുന്നത്. അപ്രോക്സിമേഷൻ PO ആയതുകൊണ്ട് ശരി. എനിവേസ് നമുക്ക് തൽക്കാലം ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി എല്ലാവർക്കും ഇപ്പൊ SSC, റെയിൽവേ എക്സാംസിനൊക്കെ തന്നെ നമുക്ക് ഇതേപോലത്തെ പാറ്റേൺ വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് അതിനെ ഒരു സിമ്പിൾ ഫോമിലേക്ക് ഒന്ന് ആക്കി എടുക്കുകയാണ്. ഫുൾ ക്വസ്റ്റൻ എടുക്കുന്നുണ്ട് നമ്മൾ, പക്ഷേ ക്വസ്റ്റിനെ നമുക്ക് തന്നപ്പോൾ അവർ ഡെസിമലിലാണ് തന്നെ, നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. അതൊരു ക്വസ്റ്റിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഇതിനെ y ഡിവൈഡ് ബൈ 22 എന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ y ഡിവൈഡ് ബൈ 22 നമുക്ക് y ബൈ 22 എന്ന് എഴുതിയും വേണമെങ്കിൽ നമുക്ക് ചെയ്ത് പോകാം. നമുക്കൊരു സ്റ്റെപ്സിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി, അപ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് കൂടാതിരിക്കാൻ വേണ്ടി കൂടി നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ y ബൈ 22 ദെൻ ഇൻറ്റു നമ്മുടെ 1000ന്റെ ക്യൂബ് റൂട്ട് എത്രയെന്ന് വരും, 10 എന്ന് വരും, ഈക്വൽ ടു 110 ബൈ y ഇൻറ്റു 1024. നമ്മൾ കണ്ടിട്ടുള്ള സ്ക്വയർ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് സ്ക്വയർ ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 32. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ സീറോയും ക്യാൻസൽ ആവും. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു, ബിക്കോസ് ഒരേ അൺനോൺ രണ്ട് സ്ഥലത്ത് തരുന്ന പോലത്തെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അങ്ങനെ ചോദിക്കുന്നത് വളരെ റയറാണ്. അപ്പോൾ പക്ഷെ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത്. ഇനി നമ്മൾ ഇതൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് y ഇൻറ്റു y നമുക്ക് ഈ പറഞ്ഞ y സ്ക്വയർന്ന് കിട്ടും, ഈക്വൽ ടു നമുക്ക് ഈ 22 അപ്പുറത്ത് പോകും. സോ 22 ഇൻറ്റു 11 ഇൻറ്റു 32. ഇനി നമുക്ക് ശരിക്കും നിങ്ങൾക്കറിയാം 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ y സ്ക്വയർ ആണ്, y കിട്ടണം, എന്നാലും നമുക്ക് ആൻസർ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇപ്പം നമുക്ക് ഇപ്പോൾ സ്റ്റെപ്പ് പോലെ എടുത്താണെങ്കിൽ നിങ്ങൾക്കറിയാം y ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ പറഞ്ഞ നമ്പർ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എടുക്കാവുള്ളത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരിക്കലും നിൽക്കല്. നമ്മളതിനെ ഈ രീതിയിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് കപ്പിൾസ് പോലെ എടുത്തിട്ട് അതിനെ പുറത്തെടുത്താണ് സോൾവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 22 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതെന്ന് പറഞ്ഞാൽ 11 ഇൻറ്റു 2. അപ്പോൾ ഈ 2 11 ഇല്ലേ, അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് എന്ത് എടുക്കുക, ഒരു 11 എടുക്കുക, ഇൻറ്റു അടുത്ത ഇനി എന്താ ഉള്ളത്, 2 ഇൻറ്റു 32 64 8ന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ. നമ്മൾ 8ന്റെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ 8 ഇൻറ്റു 11 നമുക്ക് എത്രയെന്ന് വരും, 8 ആയിരുന്നു വരും. നോക്കിയേ, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ വരും. ഇപ്പൊ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മതി, ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്തിട്ട് പോലും ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ്, ആ 2 സ്റ്റെപ്പേ ഉള്ളൂ. ക്ലാസ് ആയിട്ട് ചെയ്തിട്ട് പോലും ഫുൾ ഡിസ്കസ് ചെയ്തിട്ട് പോലും 2 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3ാം സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ആണ് ഈ ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാതെ പേഴ്സണൽ ലെവലിൽ ചെയ്താൽ മതി, അതുപോലും എഴുതേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പൊ ഈ അപ്രോച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി എടുത്ത് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ കിട്ടണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളതും. അപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താ അപ്രോച്ച് ഉള്ളത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇതേപോലെ തന്നെ ചെയ്തു പോകാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് സെഷൻ വരെ 26ഓളം ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ ഐ തിങ്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് 27ാമത്തെ ഒരു ട്രിക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പുള്ള സെഷൻ കണ്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ടു നോക്കണം. ബിക്കോസ് നമ്മളവിടെ ഇപ്പം പറഞ്ഞാൽ 26ഓളം ഷോർട്ട് കട്ട്സ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പുള്ള സെഷൻസിലായിട്ട്. അതെല്ലാം തന്നെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടുന്ന് ആ വീഡിയോസ് ഒക്കെ തന്നെ കാണാവുന്നതാണ്. ഫ്യൂച്ചറിലും ഇതേപോലത്തെ ഇനി ഷോർട്ട് കട്ട്സ് ഒക്കെ വരുന്ന സമയത്തായാലും ശരി, അപ്രോച്ചുകളായാലും ശരി, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയാലും ശരി, ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ നിങ്ങൾ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഒരു അപ്ഡേറ്റ്സ് മിസ് ആവാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തൊരു ട്രിക്കിലേക്ക് പോവാം. ഇപ്പൊ അടുത്തൊരു ട്രിക്ക് എന്ന് പറയുമ്പോൾ 28ാമത്തെ ഒരു ട്രിക്കിലേക്ക് നമുക്ക് പോവാം. ഇനി അഗെയിൻ നമ്മൾ നേരത്തെ SSCയിൽ ഒരുപാട് കണ്ടുകൊണ്ടിരുന്ന, ഇപ്പൊ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ബാങ്ക് എക്സാംസിൽ ഒരുപാട് കാണുന്ന സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫോം ആണ്, സിംപ്ലിഫിക്കേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫോം ആണ് ഇങ്ങനത്തെ ഒരു ഫോം. അതിന്റെ ഒരു ജനറൽ ഫോം ഞാനൊന്ന് എഴുതാം. A ഡിവൈഡഡ് ബൈ B ഡിവൈഡ് ബൈ C എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷന് പകരം കുറെ സീരീസ് ഓഫ് വാല്യൂസിനെ ഇങ്ങനെ ഡിവിഷനിൽ കൊടുത്തേക്കുന്ന കേസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട്, ഇത് എങ്ങനെ എടുക്കണ്ടേ എന്ന് ഭയങ്കര ഡൗട്ടാണ്. ഓക്കെ, പിന്നെ എടുക്കേണ്ട ഒരു ആംഗിൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ A എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ബാക്കിയുള്ളതെല്ലാം ഡിവിഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എന്താണ്, ഡിവൈഡ് ആണ്. എന്ന് പറഞ്ഞാൽ B ഇൻറ്റു C ഇൻറ്റു D. ഓക്കെ, A കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഡിവിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഡിവൈഡ് ആകണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഡിനോമിനേറ്ററിൽ വരണം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് വേണമെങ്കിലും പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ A ഡിവൈഡ് ബൈ B ഡിവൈഡ് ബൈ C ഡിവൈഡ് ബൈ D എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ A, അതിനുശേഷം നമുക്കറിയാം A ഡിവൈഡ് ബൈ B എന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ബൈ B എന്നങ്ങ് എഴുതാറേ ഉള്ളൂ. പക്ഷേ ഈ ബൈ B വരുന്നത് എങ്ങനെയാ, ശരിക്കും നമ്മൾ ആ ബൈ B വരുന്നത് നമ്മളിപ്പോ ഒരു A ഡിവൈഡ് ബൈ B എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു A ബൈ B എന്ന് വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ A എടുക്കും, ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ ഇൻറ്റു ഇടും, എന്നിട്ട് അടുത്ത നമ്പറിനെ ഇൻവേഴ്സ് ആക്കും. അതാണ് ശരിക്കും നമ്മൾ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, A ബൈ B എന്ന് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ A ഡിവൈഡ് ബൈ B, ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെയും ഡിവിഷൻ അല്ലേ, അങ്ങനെ വീണ്ടും ഇൻറ്റു ഇടുക, എന്നിട്ട് അടുത്ത നമ്പറിനെ എന്താക്കുക, ഇൻവേഴ്സ് ആക്കുക, വീണ്ടും ഡിവിഷൻ അല്ലേ, അങ്ങനെ ഇൻറ്റു ഇടുക, എന്നിട്ട് അടുത്ത നമ്പറിനെ എന്താക്കുക, ഇൻവേഴ്സ് ആക്കുക. ഇപ്പൊ നോക്കിക്കേ എന്ത് ഫോമുല അത് വന്നേന്ന്, A ബൈ B ഇൻറ്റു C ഇൻറ്റു D എന്നല്ലേ അത് വന്നേ. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്രോച്ച്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ നമുക്ക് SSCയിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന സിംപ്ലിഫിക്കേഷനിലൊക്കെ, പിന്നെ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇത് നമുക്ക് ബാങ്ക് എക്സാംസിൽ നല്ലപോലെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാമിലൊക്കെ ഒരു ഷിഫ്റ്റിൽ തന്നെ 2 ക്വസ്റ്റ്യനിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യനിൽ ഇതേപോലത്തെ പാറ്റേൺസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും മാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്കൊരു ചെറിയ 1-2 എക്സാമ്പിൾ എടുത്തൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ജസ്റ്റ് നമ്പേഴ്സ് കൂടി യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മുടെ സിംപ്ലിഫിക്കേഷന്റെ SSC എക്സാമിൽ, SSCയുടെ എക്സാമിൽ സിംപ്ലിഫിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അവസാനം എത്തിച്ചേർന്ന ഒരു ഫോം ആയിരുന്നു ഇത്. എക്സാക്ട്ലി എക്സാമിൽ ചോദിച്ചിരുന്ന അതേ ഫോം തന്നെയാണ് ഞാൻ എഴുതുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഒരു വലിയ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് വരുമ്പോൾ
നമുക്ക് ആ ഒരു ഫുൾ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ എടുക്കുന്നില്ല തൽക്കാലത്തേക്ക്. എന്താണ് നമുക്കിപ്പോൾ ജസ്റ്റ് ഷോർട്ട് കട്ട് മാത്രം ഒന്ന് മതിയായതുകൊണ്ട് ഒരു ഫുൾ വലിയൊരു ക്വസ്റ്റ്യൻ അത് ഷോർട്ട് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ആൻസർ കിട്ടാനാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫോം വന്നിട്ടുണ്ടായിരുന്നു SSCയുടെ CGL എക്സാമിൽ. ഇനി ഇത് വന്നാൽ നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്കും വരുന്ന ഭയങ്കര ഡൗട്ടാണ്. 188/470 പിന്നെ 470/20 ആണ്. സോ 20 മുകളിൽ വരും എന്ന് ചിലർക്ക് തോന്നാറുണ്ട്. പിന്നെ ചിലർക്ക് തോന്നുന്നത് 18800 ഡിവൈഡ് ബൈ 470 ഇൻറ്റു 20. അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്ന് പലർക്കും തോന്നാറുണ്ട്. ഇതാണോ ശരി അതോ നമ്മുടെ ഇതാണോ ശരി എന്ന് പലർക്കും തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫസ്റ്റ് വൺ എന്താണ് തെറ്റാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ മേളിൽ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ സെക്കൻഡ് വൺ ആണ് റൈറ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും അത് വരുന്നത് എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വരുന്നത് ഇങ്ങനെയാണ്. 18800 അതിനുശേഷം ഡിവിഷൻ ആണെങ്കിൽ ഇൻറ്റു ഇടുക. അടുത്ത നമ്പറിനെ എന്താക്കുക? അങ്ങ് ഇൻവേഴ്സ് ആക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഇനി വീണ്ടും ഡിവിഷൻ അല്ലേ, വീണ്ടും ഇൻറ്റു ഇടുക. എന്നിട്ട് അടുത്ത നമ്പറിനെ എന്താക്കുക? ഇൻവേഴ്സ് ആക്കുക. ഇനി നോക്കിയേ, ഇപ്പൊ നമുക്ക് ഏത് ഫോമിൽ അത് വന്നേ നോക്കിക്കേ. നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ബി ഫോമിലല്ലേ അത് വന്നേ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. നമുക്ക് സോൾവ് ചെയ്തേക്കാം. 2 0 ക്യാൻസൽ ആവും. നമുക്ക് ഇവിടുന്ന് 2 0 ക്യാൻസൽ ആവും. അതിനുശേഷം നമുക്ക് അവിടെ 188 നമുക്ക് 47 ഇൻറ്റു 2 94 എന്ന് വരും. നമുക്ക് ഇനി ഇതൊന്ന് ചുമ്മാ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമ്മുടെ 4ന്റെ ഇരട്ടിയാണ് 8, അതുപോലെ 9ന്റെ ഇരട്ടിയാണ് 18. അപ്പൊ 4ന്റെ ഇരട്ടി 8ഉം 9ന്റെ ഇരട്ടി 18ഉം ആണെങ്കിൽ ആ 94ന്റെ ഇരട്ടി ആയിരിക്കണ്ടേ 188 എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഇരട്ടി ആൻസർ എത്രയും വരും? 2 എന്ന് നമുക്ക് ആൻസർ വരും. നോക്കിയേ, ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. നോക്കിയേ, ഇതേപോലെ വേറൊരു എക്സാമിൽ കണ്ടൊരു ഫോം 1800 ഡിവൈഡഡ് ബൈ കുറച്ചും വലിയൊരു ഫോം വേറൊരു എക്സാമ്പിൾ കണ്ടത് 1800 ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ 10 ഡിവൈഡ് ബൈ 15 വേറൊരു എക്സാമ്പിൾ കണ്ടൊരു ഫോമാണ് ഇത്. എങ്ങനെ എടുക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 188 ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡിവിഷൻ ആണെങ്കിൽ ഇൻറ്റു ഇടുക, എന്നിട്ട് അടുത്ത നമ്പറിനെ ഇൻവേഴ്സ് ആക്കുക. വീണ്ടും ഡിവിഷൻ ആണ് ഇൻറ്റു ഇടുക, അടുത്ത നമ്പറിനെ ഇൻവേഴ്സ് ആക്കുക. വീണ്ടും ഡിവിഷൻ ആണ് ഇൻറ്റു ഇടുക, അടുത്ത നമ്പറിനെ ഇൻവേഴ്സ് ആക്കുക. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ എടുക്കേണ്ടത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അങ്ങനെ വീണ്ടും നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതിന് പകരം ഇതിനേക്കാൾ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക. എങ്ങനെ? നേരത്തെ പറഞ്ഞ ഐഡിയ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയാം, നമുക്ക് ഇത് കഴിഞ്ഞ് ബാക്കി ഇതെല്ലാം ഡിവിഷനിലാണെങ്കിൽ ഇതെല്ലാം ഡിവൈഡ് ആകും എന്ന് നമുക്കറിയാം. പക്ഷെ ഇതെല്ലാം നമ്മൾ ഈ എഴുതിയേക്കുന്ന ഈ വരച്ചേക്കുന്ന ഇതെല്ലാം ആക്ച്വലി എന്താ ആവുന്നത്? മൾട്ടിപ്ലൈ അല്ലേ ആവുന്നത് ശരിക്കും. അത് നമ്മുടെ ആദ്യത്തെ നമ്പറുമായിട്ട് എന്താവും? ഡിവൈഡ് ആവും, ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ബാക്കിയുള്ള ഈ കിടക്കുന്ന നമ്പറെല്ലാം തമ്മിൽ എന്തായിരിക്കും ആവാൻ പോകുന്നത്? മൾട്ടിപ്ലൈ ആയിരിക്കും ആവാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി എന്ത് ചെയ്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേ. ഈ 12 ഇൻറ്റു 10 12 ഇൻറ്റു 15 നമുക്ക് 180 എന്ന് വരും. ആ 180യുടെ കൂടെ ഈ 10 കൂടി ചേരുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും? 1800 എന്ന് വരും. ഇപ്പൊ നോക്കിയേ, 1800 ഡിവൈഡഡ് ബൈ 1800 നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ എത്തുന്ന വരും? 1 എന്ന് വരും. നോക്കിയേ, ഈസി ആയിട്ട് സോൾവ് ആയില്ലേ? അപ്പൊ നമ്മൾ ഒരു പാറ്റേൺ പഠിച്ചാൽ അത് അതേപോലെ ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഷോർട്ട് കട്ട് പഠിച്ചു. ഇപ്പൊ ഷോർട്ട് കട്ട് എടുക്കാൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിനെ ഇനി ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് ഞാൻ വീണ്ടും അതിനെ എഴുതി അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നതിന് പകരം ഇപ്പൊ എടുക്കാൻ അറിയാം, നല്ല കാര്യം. ഇനി അതിനെ അങ്ങനെ തന്നെ എഴുതിയിട്ട് എപ്പോഴും എടുക്കും? അല്ല, അതിനെ ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പൊ എനിക്കറിയാം ആ ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞാൽ അങ്ങുള്ള നമ്പേഴ്സ് എല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ആകും എന്ന് നമുക്കറിയാം. ഈവൻ ദോ അവിടെ ഇടയ്ക്ക് ഡിവിഷൻ ആണെങ്കിലും ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ആകും നമുക്കറിയാം. അങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് എടുക്കുക, എന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഇപ്പൊ നോക്കിയേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് നോക്കാം. ഇതേ ആൻസർ കിട്ടുന്നുണ്ടോ, ഈ 1 തന്നെ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്തത്. ഓക്കെ, അപ്പൊ വളരെ സ്മാർട്ട് ആയിട്ട് നിങ്ങൾ ഈ ഒരു ട്രിക്കിനെ ഹാൻഡിൽ ചെയ്യുക. ഇനി ഫ്യൂച്ചറിൽ കാണുന്ന സമയത്ത് ഉറപ്പാണ് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് SSC എക്സാംസിലോ ബാങ്ക് എക്സാംസിലോ റെയിൽവേ എക്സാംസിലോ എന്തായാലും കാണും. അപ്പൊ നിങ്ങൾ ആ സമയത്ത് ഇത് ഓർക്കുക. നമ്മൾ ഈ പറഞ്ഞ ഐഡിയാസ് ഒക്കെ മൈൻഡിൽ വെക്കുക. ഈ പറഞ്ഞതിനേക്കാളും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞ പോലല്ല, ഈ പറഞ്ഞതിനേക്കാളും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പൊ ഞാനിത് എഴുതി കാണിക്കാൻ വേണ്ടി ഞാൻ അതിനെ പിന്നെയും ബെറ്റർ ആക്കിയെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ ലെവലിൽ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് എഴുതത്ത് പോലും ഇല്ല, അതങ്ങ് മൈൻഡിൽ എടുക്കും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനെ ഇനിയും ബെറ്റർ ആക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഈ എഴുതിയത് പോലെ എഴുതാൻ പാടില്ല. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അവിടെ എഴുതേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്താൽ മതി, വേറെ ആർക്കും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ സ്റ്റെപ്പ് പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരാൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് അത്തരം സ്റ്റെപ്സ് എങ്കിലും എഴുതേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫോമിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ്, നമുക്ക് വളരെയധികം ആവശ്യം വരുന്നത്, നമ്മളത് വലിയൊരു ഷോർട്ട് കട്ട് ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ 29ാമത്തെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് പറയാം. നിങ്ങൾക്കറിയാം, നമ്മുടെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ റേഷ്യോ പ്രപ്പോർഷനിൽ പഠിക്കുന്നതാണെങ്കിലും നമ്മൾ വേറെ ഒരുപാട് ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, റേഷ്യോസിനെ കമ്പൈൻ ചെയ്യുന്ന ഒരു പരിപാടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ A:B വന്നാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ 1:2 എന്ന് വരും. അതുപോലെ ഇപ്പൊ നമുക്ക് അടുത്തൊരു B:C തരുക. B:C തന്നാൽ നമുക്ക് അതെന്ന് പറയുന്നത് 3:4 എന്ന് വരും.
അതുപോലെ C/D നമുക്ക് തരുമ്പോൾ നമുക്ക് അതെന്ന് പറയുന്നത് 5:6 തന്നു എന്ന് വിചാരിച്ചു. നിങ്ങളോട് ഇവിടുന്ന് A/B/C കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വിചാരിച്ചു. A/B/C/D കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വിചാരിച്ചു. 4 ഇല്ലേ? A/B/C/D കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വിചാരിച്ചു. സാധാരണ ഇതെല്ലാവരും എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. സാധാരണ നിങ്ങൾ ഇതെല്ലാവരും എങ്ങനെയാ ചെയ്യുന്നത്? A/B/C/D എന്ന് എഴുതും. എന്നിട്ട് അതെല്ലാം ഇവിടെ ഫില്ല് ചെയ്യും. 1:2 നമ്മൾ പഠിക്കുന്നത് അങ്ങനെ സാധാരണ 1:2, 3:4 അതിനുശേഷം പിന്നെ 5:6 പലരും അതിനെ വളരെ ലെന്തി ആയിട്ട് ചെയ്തു പോകാറുമുണ്ട്. ഈ ഒരു ഫോമിൽ പോലും അല്ലാതെ 2 റേഷ്യോ ബാലൻസ് ചെയ്ത് പിന്നെ അടുത്ത റേഷ്യോയുടെ കൂടെ അത് ബാലൻസ് ചെയ്തൊക്കെ ചെയ്തു പോകാറുണ്ട്. പക്ഷെ സാധാരണ ഒരു ഷോർട്ട് കട്ട് എന്നറിയപ്പെടുന്ന ഒരു ഒന്നാണ് നമ്മുടെ ഈ കാണുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ഈ റേഷ്യോനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഷോർട്ട് കട്ട് അറിയപ്പെടുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ ചിലവർ ഫില്ല് ചെയ്തും ചെയ്യാറുണ്ട്, ചിലർ ഫില്ല് ചെയ്യാതെ ജസ്റ്റ് ഇവിടെ തന്നെ നോക്കിയെടുക്കാറുമുണ്ട്. ഇപ്പൊ തൽക്കാലം എനിക്കൊന്ന് എല്ലാവരും ഫില്ല് ചെയ്താ ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് ചുമ്മാ ചെയ്യാം. ഇപ്പൊ ഈ 2നെ ഇങ്ങോട്ട് എടുക്കും, ഈ 2നെ ഇങ്ങോട്ടേക്ക് എടുക്കും, അതുപോലെ ഈ 4നെ ഇങ്ങോട്ടേക്ക് എടുക്കും, അതുപോലെ ഈ 3നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കും, പിന്നെ ഈ 5നെ ഇങ്ങോട്ടേക്കും, പിന്നെ വീണ്ടും ഈ 5നെ ഇങ്ങോട്ടേക്കൊക്കെ എടുത്ത് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് 1:3 3 3:5 15, അതുപോലെ 2:3 6 6:5 30, അതുപോലെ 2:4 8 8:5 40, ആൻഡ് ദെൻ 2:4 8 8:6 48. ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് എന്നൊരു ആംഗിളിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത്. അറിയപ്പെടുന്നത് അങ്ങനെയാണ്, യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ പറയുന്ന ഏതൊരു എക്സാം ആയാലും ബാങ്ക്, SSC, റെയിൽവേ ഓർ എനി സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാം ആയിക്കോട്ടെ, നമുക്ക് റേഷ്യോയിൽ ഇത് നല്ലപോലെ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷെ ഇത് കൂടാതെ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും കമ്പൈൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ടൈം ആൻഡ് വർക്കിൽ 3 വരെയോ 4 വരെയോ എഫിഷ്യൻസി ഒക്കെ കമ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമുക്ക് ഇതുപോലെ അവിടെ സ്പീഡിന്റെ റേഷ്യോസ് എന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ചിലപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലൊക്കെ ചിലപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോസിനെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല ചാപ്റ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്. എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ മിക്കവാറും പേർക്ക് ഇത് പഠിച്ചിട്ടുള്ള ഒരുവട്ടെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ചെയ്യാനും അറിയാം. ഇങ്ങനെയാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഇതും അല്ല. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് വളരെ പെട്ടെന്ന് എടുക്കാൻ ഒരു ചെറിയൊരു വേറൊരു മെത്തേഡാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞുള്ളത്. അത് ഇവിടെ വളരെ ശ്രദ്ധിച്ച് നോക്കണം. എന്താ പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ എഴുതിയേക്കുന്ന എല്ലാം കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 1:3 3 3:5 15. ഇത് കംപ്ലീറ്റ് ആയേ? ഓക്കെ. ഇനി അടുത്ത അവസാനത്തെ D കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 2:4 8 8:6 48. അതും കംപ്ലീറ്റ് ആയേ? ഇനി നമ്മുടെ പ്രശ്നം നടുക്കുള്ളത്. അതാണ് സാധാരണ ആൾക്കാർ ഈ മെത്തേഡിലേക്ക് പോകാൻ കാരണം. പക്ഷെ ഇനി നടുക്കുള്ളത് എടുക്കാനുള്ള വളരെ ഈസി രീതി കാണിച്ചു തരാം. ഇത് എല്ലാവർക്കും മിക്കവാറും കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. പക്ഷെ ഇനി നടുക്കുള്ളത് എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഇങ്ങനെ എടുക്കുക. ഓക്കെ. 2:3 2:3 6 6:5 30. നോക്കിക്കേ, ഇതല്ലേ 30. 30 എന്നല്ലേ കിട്ടിയത്. ഇനി അടുത്ത C എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഇങ്ങനെ എടുക്കുക. 2 ഈ ഒരു രീതിയിൽ 2:4 8 8:5 40. നോക്കിക്കേ, അതും കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയ സ്റ്റെപ്പ് എന്താ ഉള്ളത്? സോ ആ സൈഡിൽ എഴുതിയേക്കുന്ന ക്വസ്റ്റിനിൽ തന്നേക്കുന്നതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ആൻസർ എഴുതിയേക്കോ. നമ്മളോട് ഒരു സ്റ്റെപ്പ് പോലും ചെയ്തിട്ടില്ല. നേരെ ആൻസർ എഴുതിക്കോ. സൈഡിൽ എഴുതി ചെയ്തേക്കുന്നതാണ് അതിന്റെ ഷോർട്ട് കട്ട്. അപ്പൊ ആ ഷോർട്ട് കട്ടിന്റെയും മേളിലാണ് ഇപ്പൊ നമ്മൾ ഈ എഴുതിയേക്കുന്ന ട്രിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂഷ്വലി ആൾക്കാർ എല്ലാവരും യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടിനേക്കാളും മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. നോക്കിയേ എന്ത് സിമ്പിൾ ആയിട്ട് ആൻസർ എടുത്തേക്കുന്നത് നോക്കിക്കേ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ അതിനെ എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് മറന്നുപോലെ ഇനി ഇതിനെ ഇതേപോലെ തന്നെ നല്ലപോലെ നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് കാണാൻ ഒരു 4 എണ്ണം ഉള്ളതാ. ആ 4 എണ്ണമൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. A, B, C, D 4 എണ്ണം ഉള്ളത് വരുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ആൻഡ് ഫൈനലി നമുക്ക് ഇനി അടുത്തൊരു ട്രിക്കിലേക്ക് നമുക്ക് പോവാം. അടുത്ത ട്രിക്ക്. അപ്പോൾ അടുത്തൊരു ട്രിക്കിലേക്ക് പോകുമ്പോഴത്തേന് നമുക്ക് ഇനി അടുത്ത നമ്മുടെ ഒരു 30th ഷോർട്ട് കട്ടാണ് നമ്മുടെ ഈ ഒരു സീരീസിൽ. അപ്പോൾ അടുത്ത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് നമുക്ക് SSC ആയാലും ബാങ്ക് ആയാലും റെയിൽവേ എക്സാംസിലായാലും ഈവൻ IB ബാക്കിയുള്ള എക്സാംസിലൊക്കെ തന്നെ നമുക്ക് വളരെയധികം വരുന്നൊരു സംഭവമാണ് ഫ്രാക്ഷന്റെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻസ് ഇപ്പം മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും, എസ്പെഷ്യലി മിക്സഡ് ഫ്രാക്ഷൻ. വെറും ഫ്രാക്ഷൻ എന്നും പറയുന്നത് ശരിയല്ല, മിക്സഡ് ഫ്രാക്ഷന്റെ സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഈ മെത്തേഡ് ഫ്രാക്ഷന്റെ സിംപ്ലിഫിക്കേഷൻ വരുമ്പോൾ അപ്പോൾ നമുക്കൊരു റീസെന്റ് നടന്നിട്ടുള്ള ഒരു എക്സാമിലെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് റീസെന്റ് നടന്ന എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 1/6 പ്ലസ് 4 1/2 മൈനസ് 2 2/3 മൈനസ് 1 11/12.
നമ്മുടെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇവിടുത്തെ ഡിനോമിനേറ്റർ എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ വന്നാൽ എന്ത് ചെയ്യും? ആ മിക്സഡ് ഫ്രാക്ഷൻ റിസോൾവ് ചെയ്യും. 6 into 3 18 plus 1 19 19 by 6 plus 2 into 4 8 8 plus 1 9 9 by 2 minus 2 into 3 6 6 plus 2 8 8 by 3 minus 12 into 1 12 plus 11 നമുക്കത് 23 by 12. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ LCM ഒക്കെ എടുത്ത് അതിനെ സോൾവ് ചെയ്തൊക്കെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. സോ ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരു അപ്രോച്ച് ഇതായിരിക്കില്ല. ഒരിക്കലും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പം ഒരിക്കലും നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഇതായിരിക്കില്ല. ഇതൊരു നല്ല അപ്രോച്ച് ആയില്ല. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു രീതിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രോപ്പർലി സോൾവ് ചെയ്യണം എന്നുള്ളത്. സോ ഇവിടുത്തെ ഒരു അപ്രോച്ച് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആൻഡ് ഇൻഫാക്ട് പെന്നും പേപ്പറും ഉപയോഗിക്കുന്ന ഏറ്റവും ലീസ്റ്റ് ഉപയോഗിച്ചാണ് ആക്ച്വലി അത് എടുക്കേണ്ടത്. ഇവിടുത്തെ അപ്രോച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ 3 ഈ 4 ഈ -2 ആൻഡ് ഈ -11 സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ നോക്കി ഞാൻ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാൻ വേണ്ടി ഞാൻ ഒന്ന് എഴുതാം. 3 + 4 -2 -1. അപ്പൊ -1 -2 -3 അല്ലേ? അത് ഈ +3 അല്ലേ? അതങ്ങ് പോയില്ലേ? നോക്കിയേ 4 കഴിഞ്ഞു. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി. ഇനി എന്താ ഹാൻഡിൽ ചെയ്യുക? ഫ്രാക്ഷൻ ഹാൻഡിൽ ചെയ്യുക. ഇനി ഫ്രാക്ഷനും ഇതേപോലെ തന്നെ എടുക്കാം. പക്ഷെ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാ? 12 അല്ലേ? ആണെങ്കിൽ ബാക്കി നമ്പറിനെ 12 ആക്കാൻ നോക്കുക. ഈ 6നെ 12 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആണെങ്കിൽ നിങ്ങൾക്ക് ആ 1/6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2/12 എന്ന് വരും. ഇനി പ്ലസ് ഈ 2നെ 12 ആക്കാൻ എന്ത് ചെയ്യണം? 6 കൊണ്ട്. അങ്ങനെയും മേളിലും താഴെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6/12 എന്ന് വരും. അതിനെ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ അങ്ങ് എടുത്തു പോവാം. ഓർഎൽസ് നിങ്ങൾക്ക് LCM എടുക്കണമെങ്കിൽ പോലും LCM എടുക്കാം. ബട്ട് സ്റ്റിൽ അത് എളുപ്പമായിരിക്കും. ഇത് ചെയ്യുന്നേക്കാളും എന്തുകൊണ്ടും എളുപ്പമായിരിക്കും. പിന്നെ അടുത്തത് നമ്മുടെ ഈ പറയുന്ന 3നെ 12 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ 8/12 എന്ന് വരും. ആൻഡ് ഫൈനലി ഓൾറെഡി അത് 12 ആണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 11/12 നോക്കി ഇപ്പൊ എല്ലാ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? അപ്പൊ അത് ഞാൻ കുറച്ചുകൂടി എക്സ്ട്രാ പറയുക ഇങ്ങനെ കൂടി ചെയ്യാമെന്നുള്ളത്. ഇനി അതങ്ങ് സോൾവ് ചെയ്താൽ പോരെ. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 + 6 8 ഇവിടെ -8 അതങ്ങ് പോയി. ഇനി ശരിക്കും എന്തേ ബാക്കിയുള്ളൂ? -11/12 അല്ലേ ബാക്കിയുള്ളൂ. ഈ -11/12 അങ്ങനെ 4ൽ നിന്ന് 11/12 മൈനസ് ചെയ്താൽ പിന്നെ ബാക്കി 3ഉം 1/12 അല്ലേ കാണത്തുള്ളൂ. ആൻസർ വന്നു കഴിഞ്ഞു. നോക്കിയേ ശരിക്കും ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ആ സ്റ്റെപ്പിൽ നല്ലപോലെ എഴുതുന്നത് കുറയ്ക്കാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ കാര്യം ഒന്നും എഴുതേണ്ട ആവശ്യമേ ഇല്ല. ഒരു മിക്സഡ് ഫ്രാക്ഷൻസ് വന്നാൽ എപ്പോഴും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു രീതി ഇതാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ ഒറ്റ സ്റ്റെപ്പ് നിങ്ങൾ ആലോചിക്കുക. ഇതിനെ ശരിക്കും നമ്മൾ സോൾവ് ചെയ്യാൻ പോയാൽ എത്ര സ്റ്റെപ്പ് വരുമായിരിക്കും. പക്ഷെ ഇവിടെ നോക്കിയേ ഒറ്റ സ്റ്റെപ്പ്. ആ മേളിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ സൊല്യൂഷൻ, തേർഡ് സ്റ്റെപ്പിൽ ആൻസർ. ആ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒറ്റ സിംഗിൾ സ്റ്റെപ്പ് ആൻഡ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്കൂളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. മിക്സഡ് ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ വളരെയധികം റിസോൾവ് ചെയ്ത് പോകുന്ന ഒരു രീതി. ഒരിക്കലും ആ ഒരു പാറ്റേൺ അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ എക്സാമ്പിൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് നിങ്ങൾക്കൊന്ന് മൈൻഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഞാൻ എഴുതുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ അതൊന്ന് മൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ചുമ്മാ ഒരു ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടൊരു ക്വസ്റ്റൻ എഴുതുക. 5 3/13 പ്ലസ് 7 5/13 -3 8/13. ഇതൊന്നും നിങ്ങൾ എഴുതാതെ പെന്നി പേപ്പർ ഒന്നും ഉപയോഗിക്കില്ല. ഒന്ന് മൈൻഡിൽ ആലോചിച്ച് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഐഡിയസ് ആൻസർ എടുക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇതിപ്പോ കുറച്ചുകൂടി നോർമൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലായോ എന്ന് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ തരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിനെ നിങ്ങളൊന്ന് മൈൻഡ് എടുക്കാൻ നോക്കിയേ. ഒന്ന് ആലോചിച്ച്. ഒരു 10 seconds വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. എന്തായി കിട്ടിയോ ആൻസർ? എനിക്ക് ഒന്ന് കിട്ടി കാണുമായിരിക്കും. ഒരുപാട് പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എടുത്താലോ? ഇനി നമ്മൾ സ്റ്റെപ്പ് എഴുതുന്നില്ല, പെട്ടെന്ന് ആൻസർ എടുക്കാം. പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി 5 + 7 12. 12ൽ നിന്ന് 3 മൈനസ് ചെയ്ത് എത്ര വരും? 9. ഇനി 3/13 5/13 8/13 8/13 നമ്മൾ 8/13 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്തേ വരത്തുള്ളൂ? 0 വരത്തുള്ളൂ. അങ്ങനെ ആൻസർ എന്തെന്ന് വരും? സിമ്പിൾ ആയിട്ട് 9 ആൻസർ വരത്തില്ലേ? അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര പെട്ടെന്ന് ആൻസർ വന്നു. ആൻഡ് ഇനി നിങ്ങൾ ഇതിനെ ഒന്ന് നമ്മൾ ശരിക്കും പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ മിക്സഡ് ഫ്രാക്ഷൻ റിസോൾവ് ചെയ്ത് ചെയ്യുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തുമാത്രം ഭീകരമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഇത്രയും സിമ്പിൾ ആയിട്ട് തീരേണ്ട ഒരു സംഭവത്തിനെയാണ് നമ്മൾ പലപ്പോഴും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കി, വളരെ ലെന്തി ആക്കി, മിക്സഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ റിസോൾവ് ചെയ്ത് പിന്നെ ആഡ് ചെയ്ത് മൈനസ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെയധികം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള രീതിയാണ്, വളരെയധികം സ്റ്റെപ്സ് വരുന്ന രീതിയാണ്. അത് ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആൻഡ് ഫൈനലി നമുക്ക് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ട്രിക്കിലേക്ക് നമുക്ക് പോകാം. ഒരു വളരെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രിക്ക്. അപ്പോൾ ഇതോടെ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ഈ ഒരു സീരീസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബട്ട് ഫ്യൂച്ചറിൽ ഇനിയും ഒരുപാട് ഷോർട്ട് ട്രിക്സ് ഉണ്ട്. അത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ചാനലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ഇനി ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ബാങ്ക്, SSC, റെയിൽവേ എക്സാംസിലൊക്കെ തന്നെ നമുക്ക് എവിടെയൊക്കെ നിങ്ങൾക്കറിയാം പേഴ്സൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് പേഴ്സൻറ്റേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. നമ്മുടെ ബാങ്ക് എക്സാംസ്, SSC എക്സാംസ്, റെയിൽവേ എക്സാംസിലേക്കൊക്കെ വരുമ്പോൾ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് ഈവൻ കൺസെപ്റ്റ് ആയിട്ടുള്ള പോലും പേഴ്സൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ പേഴ്സൻറ്റേജിൽ നമുക്ക് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാൽക്കുലേഷൻ ട്രിക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ അതിനെ പറയുന്നത് ഹാഫ് ആൻഡ് ഡബിൾ എന്നാണ് പറയുന്നത്. ഹാഫ് ആൻഡ് ഡബിൾ ഇൻ പേഴ്സൻറ്റേജ്. അപ്പോൾ പേഴ്സൻറ്റേജിന്റെ ചില ഫോം ഓഫ് കാൽക്കുലേഷൻ വരുമ്പോൾ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് ഈ ഹാഫ് ആൻഡ് ഡബിൾ യൂസ് ചെയ്യുന്നത്. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കാണിച്ചു ഒരു എക്സാമ്പിൾ വെച്ചു. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് 32% ഓഫ് 950 കണ്ടുപിടിക്കാൻ പറയുക. ഓക്കെ, നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ആലോചിക്കുക. സാധാരണ ഒരാൾ എങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്? ഇത് കണ്ട ഉടനെ നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ള പോലെ 32 ബൈ ആ പേഴ്സൻറ്റേജ് കണ്ട ഉടനെ ബൈ 100 എന്ന് എടുക്കും. എന്നിട്ട് ഇൻറ്റു 950 എന്നൊക്കെ ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് ഒരു 0 വെട്ടും, ഇവിടുന്ന് ഒരു 0 വെട്ടും. പിന്നെ ഈ ഒരു 10നെ നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 5 ആക്കും. ഇത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 16 ആക്കും. പിന്നെ ഈ 5 ഈ 95 ക്യാൻസൽ ചെയ്ത് അത് 19 ആക്കും. പിന്നെ ആ 16 ഇൻറ്റു 19 എടുത്ത് പേപ്പറുടെ സൈഡിൽ കൊണ്ടുപോയി എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് 304 എന്ന് കണ്ടുപിടിക്കും. അങ്ങനെ ആയിരിക്കത്തില്ല ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു അപ്രോച്ച് ഈവൻ ദോ ഞാനിപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തു പോയത്. നമുക്ക് ആ ടേബിളൊക്കെ അറിയാമെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാനും പറ്റും. പക്ഷെ ഈ ഒരു അപ്രോച്ച് ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, ഇതല്ല അതിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഫോം വന്നാൽ എങ്ങനെയാണ് ശരിക്കും കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സി, നമുക്കിപ്പോൾ ഈ പേഴ്സൻറ്റേജ് വെട്ടണം. പക്ഷെ പേഴ്സൻറ്റേജ് വെട്ടണമെങ്കിൽ എത്ര 0 വേണം? 2 0 വേണം. പക്ഷെ എത്ര 0 ഉള്ളൂ? ഒരു 0 ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരു 0 കൂടി കൊണ്ടുവരാൻ പറ്റുമോ? എപ്പോഴും നടക്കണമെന്നില്ല, പക്ഷെ ഒരു മെജോറിറ്റി കേസുകളിൽ നടക്കാറുണ്ട്. ഒരു 0 കൂടി കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ നോക്കും. എങ്ങനെ 0 വരുന്നത്? നിങ്ങൾക്കറിയാം 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താ? 10 ആണ് ഉദ്ദേശിക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഒരു 2ഉം വേണം, ഒരു 5ഉം വേണം, ഒരു 0 കൊണ്ടുവരണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പറിന്റെ അവസാനം 5 കിടപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആ 0 മാറ്റി വെക്കുക, ഈ 0 മാറ്റി വെക്കുക. എവിടെയെങ്കിലും നമ്പറിന്റെ അവസാനം 5 കിടപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 ഉണ്ടെങ്കിൽ ഉടനെ ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും നമ്പർ ഈവൻ നമ്പർ ആണോ കൊടുത്തേക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു നമ്പർ ഈവൻ നമ്പറും ഒരു നമ്പറിന്റെ അവസാനം 0 ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഹാഫ് ആൻഡ് ഡബിൾ. ഒരു നമ്പറിനെ ഹാഫ് ആക്കുക, മറ്റേ നമ്പറിനെ ഡബിൾ ആക്കുക. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 2നെ ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 32നെ ഹാഫ് ആക്കിയാൽ നമുക്ക് 16 എന്ന് വരും. ആൻഡ് 950നെ ഡബിൾ ആക്കിയാലോ 1900 എന്നൊരു അവിടെ ഓൾറെഡി ഉള്ള ഒരു 0 കൂടി ചേരുമ്പോൾ 1900 എന്ന് വരും. ഇപ്പൊ 95ന്റെ ഡബിൾ 190യും പിന്നെ ആ ഉള്ള 0 കൂടി. ഇപ്പൊ നോക്കിക്കേ, അവിടെ പേഴ്സൻറ്റേജും 2 0 ഇല്ലേ? ആണെങ്കിൽ ആ പേഴ്സൻറ്റേജ് ആ 2 0 വെട്ടിപ്പോതല്ലേ? നിങ്ങൾക്ക് അവിടെ സൈഡിൽ നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് ആ 60 ഇൻറ്റു 19 അവിടെയും വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് സോൾവ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് വെട്ടിയെടുത്തപ്പോഴാണ് 60 ഇൻറ്റു 19 വന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, ആ 60 ഇൻറ്റു 19 വളരെ പെട്ടെന്ന് വന്നില്ലേ? ഒറ്റ സ്റ്റെപ്പില്, അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ സ്റ്റെപ്പില്. അത് നിങ്ങൾ ആലോചിക്കുക, അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മൾ ഈ ഹാഫ് ആൻഡ് ഡബിൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് 0 കൊണ്ടുവരാൻ വേണ്ടി. ആൻഡ് നമ്മൾ ഈ ഹാഫ് ആൻഡ് ഡബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 0 വരും എന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം ആ പേഴ്സൻറ്റേജ് ആ 2 0 എഴുതേണ്ട ആവശ്യമുണ്ടോ? അത് വെട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അത് എഴുതാൻ നിൽക്കുന്നത് എന്തിനാ? നമ്മളത് എഴുതുമ്പോൾ തന്നെ ആ പേഴ്സൻറ്റേജും 2 0 എഴുതത്തേ ഇല്ല. ബിക്കോസ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അങ്ങനെ വരുമെന്ന്. അങ്ങനെ വരുമെന്ന് അറിയാമെങ്കിൽ പിന്നെ അത് എഴുതിയതിന് ശേഷം പിന്നെ വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. എഴുതാതെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ശരിക്കും ആ 16 ഇൻറ്റു 19 എന്ത് വരും എന്നുള്ളത് അങ്ങ് എഴുതിയാൽ പോരെ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് എഴുതി. ക്ലാസ് അല്ല എനിക്ക് ആ ഒരു സ്റ്റെപ്പ് എഴുതത്തില്ല. നേരെ ഈ 304 അങ്ങ് എഴുതത്തേ ഉള്ളൂ. ടേബിൾ കൂടി അറിയണം. പക്ഷെ എന്നാലോ 304 എഴുതത്തേ ഉള്ളൂ. ആ എഴുതിയ സ്റ്റെപ്പ് പോലും എഴുതാൻ നിൽക്കത്തില്ല. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രിക്ക് കൂടിയാണ് ഇത്. വളരെ അധികം വരുന്നത്. നിങ്ങൾ ബാങ്ക് എക്സാംസിലേക്ക് വന്നാൽ നിങ്ങൾ ബാങ്ക് എക്സാംസിലൊക്കെ ഈ ഒരു അടുത്ത 5 വർഷത്തിൽ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കേ. SBIയുടെയോ അല്ലെങ്കിൽ IBPSന്റെയോ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയേ. എനിക്ക് ഉറപ്പ് തരാൻ പറ്റും 100 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യനെങ്കിലും ഇതേപോലത്തെ ഒരു ഫോം അവിടെ വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്രേഡ് ബി പോലത്തെ എക്സാംസിൽ പോലും വരുന്ന ഒരു ഫോമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫോമാണ്. പക്ഷെ ആളുകൾ അതിനെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ സൈഡിൽ എഴുതിയേക്കുന്ന പോലെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എന്തുമാത്രം വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. അതുപോലെ SSC റെയിൽവേ എക്സാംസിലായാലും സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന കുറവാണെങ്കിലും നമുക്ക് അല്ലാതെ ഒരുപാട് വരാറുണ്ട് ഇത്. അപ്പൊ ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-2 എക്സാമ്പിൾസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് എടുക്കാം.
35% ഓഫ് 180 ഞാൻ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയാം. നിങ്ങളൊന്ന് എഴുതാതെ മൈൻഡിലൊന്ന് ആലോചിച്ച് എൻ്റെ ആൻസർ ഒന്ന് എടുക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചേ. ആൻഡ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ്സ് വഴി എന്നെ അറിയിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്നുണ്ട്, അത് വളരെ യൂസ്ഫുൾ ആണ്, ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുള്ളത് എന്നെ നിങ്ങൾ അറിയിക്കണം ഉറപ്പായിട്ടും കമന്റ്സ് വഴി. എന്നാലും എനിക്ക് ഫ്യൂച്ചറിൽ ഇതുപോലത്തെ സെഷൻസ് കൊണ്ടുവരാൻ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇതുപോലത്തെ കൂടുതൽ ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും കമന്റ്സ് വഴി നിങ്ങൾ അത് എന്നെ അറിയിക്കുക. ഓക്കെ, ശരി. എൻ്റെ സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്കും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഈ ഷോർട്ട് കട്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക ഉറപ്പായിട്ടും. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്ക് എന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് എടുക്കുവാണേ. അപ്പൊ അങ്ങനെ 35 ഡബിൾ എന്ത് വരും? 70 എന്ന് വരും. ആൻഡ് ആ 180 ഹാഫ് എത്ര വരും? 90 എന്ന് വരും. സി, ആദ്യത്തെ ഹാഫ് ആക്കണം, രണ്ടാമത്തെ ഡബിൾ ആക്കണം, അങ്ങനൊന്നും ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം ഹാഫ് ആക്കണം, ഏതെങ്കിലും ഒരെണ്ണം ഡബിൾ ആക്കണം. ആൻഡ് നമ്മൾ ഉറപ്പായിട്ടും ഡബിൾ ആക്കാൻ പോകുന്നത് ആരെയായിരിക്കും? ഈ അവസാനം 5 കിടക്കുന്നതിനെ ആയിരിക്കത്തില്ല നമ്മൾ ഡബിൾ ആക്കാൻ പോകുന്നത്. അവസാനം 5 കിടക്കുന്ന നമ്പറിനെ ഡബിൾ ആക്കിയാലല്ലേ 0 വരത്തുള്ളൂ. 5ന്റെ ഡബിൾ 10 എന്നുള്ള രീതിയിൽ 0 വരത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ ഹാഫ് ആക്കണം, രണ്ടാമത്തെ ഡബിൾ ആക്കണം, അങ്ങനൊന്നും ഇല്ല. ഒരെണ്ണം ഡബിൾ ആക്കണം, ഒരെണ്ണം ഹാഫ് ആക്കണം, നമുക്കൊരു എക്സ്ട്രാ 0 വരണം, അത്രേ ഉള്ളൂ. ഇപ്പൊ നോക്കിയേ, നമ്മൾ ആ 35നെ എന്ത് ചെയ്തു? ഡബിൾ ആക്കി. ആൻഡ് ആ 180നെ എന്ത് ചെയ്തു? ഹാഫ് ആക്കി. ആൻഡ് നമുക്ക് വേണ്ടിയിരുന്ന എന്താ? നമ്മുടെ ഗോൾ എന്താ? ഒരു 0 എക്സ്ട്രാ വേണം. വന്നില്ല ഒരു 0 എക്സ്ട്രാ. ഈ 0 എങ്ങും പോകാൻ പോകുന്നില്ല, ആ 0 അവിടെ തന്നെ കാണും നമ്മൾ ഹാഫ് ആക്കിയാലും. പക്ഷെ നമുക്ക് ഒരു 0 വന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കി, ആ പെർസെന്റേജ് ആ 2 0 ക്യാൻസൽ ആയി പോയില്ലേ? ആണെങ്കിൽ ശരിക്കും ആ 7 into 9 ചെയ്യാൻ നമുക്ക് പെയിന് പേപ്പറുടെ ആവശ്യമൊക്കെ ഉണ്ടോ? ഇല്ല. 9 sevens നമുക്ക് 9 into സോറി 9 sevens നിങ്ങൾക്ക് അത് 63 എന്നുള്ളത് നമുക്ക് വളരെ അവിടെ ഈസി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് എടുത്തൂടെ? ഓക്കെ, 9 sevens 63, നമ്മുടെ ആൻസർ വന്നു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസേഴ്സ് ഒക്കെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ശരി, ഫൈനലി ഒരെണ്ണം കൂടി നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കിക്കാം. അപ്പം പെട്ടെന്ന് ചെയ്യാം. 45% ഓഫ് 240. 45യുടെ ഡബിൾ എത്ര വരും? 90 എന്ന് വരും. ആൻഡ് 240യുടെ ഹാഫ് എത്ര വരും? 120 എന്ന് വരും. 0 പെർസെന്റേജും ക്യാൻസൽ. 9 into 12. 9 into 12 എത്ര വരും? 108 എന്ന് വരും. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആ 108 മൈൻഡ് എടുക്കാൻ പറ്റണം. അതാണ് എന്താ പറയാ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മൈൻഡ് എടുക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ഒരു ഷോർട്ട് കട്ട് ആണ് ഈ ഹാഫ് ആൻഡ് ഡബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനോടെ ഓൾമോസ്റ്റ് ഒരു 31 ഷോർട്ട് കട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു 8 സെഷനിലായിട്ട്. ഈ ഒരു 30 ഷോർട്ട് കട്ട്സ് നിങ്ങളുടെ വരാതിരിക്കുന്ന ഫ്യൂച്ചർ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ ജേർണി, അതിപ്പം ഒരു SSCO, ബാങ്കോ, റെയിൽവേ അല്ല ഈവൻ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഏതായാലും, ഈവൻ നിങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് ആയപ്പോൾ നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതൊക്കെ നല്ലപോലെ നിങ്ങൾ യൂസ് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇതിനെ ഇനിയും പ്രാക്ടീസ് ചെയ്ത് സ്ട്രോങ് ആക്കി എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, ഞാൻ എഴുതുന്ന അത്രയും സ്റ്റെപ്പ് പോലും നിങ്ങൾ ഒരിക്കലും എഴുതിയെടുക്കാൻ നിൽക്കില്ല. എഴുതിയെടുക്കുകയാണെങ്കിൽ പിന്നെ അതിൽ ആ സ്മാർട്ട്നെസ് ഇല്ല. എഴുതാതെ എടുക്കണം. ഓക്കെ, ആ പറഞ്ഞ അവസാനത്തെ ആൻസേഴ്സ് ഒക്കെ മൈൻഡിൽ വരണം. ഓക്കെ, ഈ സ്റ്റെപ്സ് ഒക്കെ നമ്മുടെ മൈൻഡിൽ സോൾവ് ആവണം. ഓക്കെ, അത് ചെയ്യണം. ഓക്കെ, അതുപോലെ നിങ്ങൾ അതിനെ നല്ലപോലെ ഉപയോഗിച്ച് ഫ്ലോ കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ക്വസ്റ്റിനിൽ കാണുമ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റണം, എന്നിട്ട് പെട്ടെന്ന് അത് എടുക്കാനും പറ്റണം. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അത് ശരിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ വരാതിരിക്കുന്ന ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങളെ ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ, നിങ്ങൾ ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ട് എന്നെ കമന്റ്സ് വഴി നിങ്ങൾ അറിയിക്കുകയും വേണം. സോ ദാറ്റ് എനിക്ക് ഇനി ഫ്യൂച്ചറിൽ ഇതേപോലത്തെ PYQ ഡിസ്കഷൻസ് ആയാലും ഇതേപോലത്തെ ഡിസ്കഷൻസ് ആയാലും ഇനിയും കൊണ്ടുവരാൻ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഉറപ്പായിട്ട് എന്നെ അറിയിക്കുക. ആൻഡ് ഇനി അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരും നിങ്ങൾക്ക് വേണ്ടി SSC, റെയിൽവേ, ബാങ്കിന്റെ ഒക്കെ തന്നെ ഗോൾഡ് ബാച്ചസ്, മിഷൻ SSC 2026 ബാച്ചസ് ഒക്കെ തന്നെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചസിലേക്ക് ഒക്കെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം പഠിച്ച് തുടങ്ങിയവരാണെങ്കിലോ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അവർക്കും ഒരു എന്താ പറയുക ഫ്യൂച്ചർ കാണിച്ചു കൊടുക്കുക, പാത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആംഗിൾ ആയിരിക്കും അതെന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഈ പറഞ്ഞ ഓൺലൈൻ ബാച്ചസ് ആണ് വരുന്നത്. ഈ ഓൺലൈൻ ബാച്ചസിൽ നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ക്ലാസ്സസ് കാണും. നിങ്ങൾക്കത് നിങ്ങളുടെ സമയം അനുസരിച്ച് കാണാൻ പറ്റും. ലൈവ് ക്ലാസ്സസ് കാണും, പക്ഷെ അത് ഈവനിങ് 7 മണിക്ക് ശേഷമേ പോകത്തുള്ളൂ. സോ വർക്കിംഗ് പ്രൊഫഷണൽ ആയാലും കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആയാലും നിങ്ങൾക്ക് ഡേ ടൈം വേറെ ഏതെങ്കിലും രീതിയിലുള്ള ക്ലാസ്സസോ ആക്ടിവിറ്റീസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും എഫക്റ്റ് ആവാതെ ഈവനിങ് 7 o'clock ശേഷം നിങ്ങൾ പഠിച്ച റെക്കോർഡ് ക്ലാസ്സസിന്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ച ഫാക്കൽറ്റീസിന്റെ സൈഡിൽ നിന്ന് തന്നെ ലൈവായിട്ട് നിങ്ങൾക്കത് അവിടെ കൂടെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ചെയ്യാം. അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ആണ്, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകൾ, ക്യൂസുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ്, ക്ലാസ്സസ്, കോർ ടോപ്പിക്കിന്റെ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബുക്കുകൾ, മെറ്റീരിയൽസ്, ആപ്പിൽ എയുടെ സപ്പോർട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങളത് മിസ്സാക്കരുത്. വരാതിരിക്കുന്ന എക്സാംസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. 2026 നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു പുതിയൊരു ലൈഫൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനായാലും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും കൊടുക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ ഒരു ലൈഫ് കംപ്ലീറ്റ്ലി മാറട്ടെ എന്നൊക്കെ ഞാൻ നിങ്ങളെ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവർക്കും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ, നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ 2026 എന്നുള്ളത് നമുക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച്
ഉറപ്പായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. 7736122215 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബാങ്കിനെ കുറിച്ചോ ഇൻഷുറൻസ് എക്സാമിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. അതുപോലെ 8714764666 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് SSC, റെയിൽവേ ഓർ അതർ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏത് എക്സാംസ് ഒക്കെ ഒരുമിച്ച് പഠിക്കാമെന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഡൗട്ട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഫ്യൂച്ചറിൽ ഇതേപോലത്തെ സെഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്